നമസ്കാരം. ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. തമിഴ്നാട് നിയമസഭ പാസാക്കിയ ബില്ലുകൾക്ക് അനുമതി കൊടുക്കാതെ ഗവർണർ താമസിപ്പിച്ച കേസിൽ സുപ്രീം കോടതിയുടെ വിധിന്യായം വലിയ ഒച്ചപ്പാടാണുണ്ടാക്കിയിരിക്കുന്നത്. ഉപരാഷ്ട്രപതി ഈ വിധിന്യായത്തെ അതിനിശിതമായി വിമർശിക്കുകയുണ്ടായി. ഭരണകക്ഷിയിൽപ്പെട്ടവരെയും ഉപരാഷ്ട്രപതിയെ തന്നെയും ചൊടിപ്പിച്ചിരിക്കുന്നത് രാഷ്ട്രപതി 3 മാസത്തിനുള്ളിൽ ബില്ലുകളിൽ തീരുമാനമെടുക്കണമെന്നുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവാണ്. അങ്ങനെയൊരു ഉത്തരവ് സുപ്രീം കോടതിക്ക് രാഷ്ട്രപതിക്ക് നൽകാനാകുമോ? അത് കുറച്ച് കടന്ന കൈയായിപ്പോയില്ലേ എന്നെല്ലാമുള്ള ചോദ്യങ്ങളാണിപ്പോൾ ഉയർന്നു വരുന്നത്. ചില ദേശീയ ദിനപത്രങ്ങൾ സുപ്രീം കോടതിയുടെ ഈ ഉത്തരവിനെതിരെയായി മുഖപ്രസംഗങ്ങൾ എഴുതുകയുണ്ടായി. തമിഴ്നാട് ഗവർണറുടെ കേസിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. അതായത് ഗവർണർ 3 മാസത്തിനുള്ളിൽ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കേണ്ടതാണെന്നും രാഷ്ട്രപതി 3 മാസത്തിനകം അന്തിമ തീരുമാനമെടുക്കുകയും ആ തീരുമാനം നിയമസഭയെ അറിയിക്കുകയും വേണമെന്നാണ് കോടതിയുടെ ഉത്തരവ്. ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുന്ന ബില്ലുകളിൽ അദ്ദേഹത്തിന് അനുമതി നൽകുകയോ അനുമതി നിഷേധിക്കുകയോ ചെയ്യാം. അദ്ദേഹത്തിന് തോന്നിയാൽ നിയമസഭാ ബിൽ തിരിച്ചയക്കുകയും പുനഃപരിശോധന നടത്തണമെന്നാവശ്യപ്പെടുകയും ചെയ്യാം. പുനഃപരിശോധന നടത്തി ബില്ല് വീണ്ടും രാഷ്ട്രപതിക്ക് അയച്ചാൽ അദ്ദേഹത്തിന് അനുമതി നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്യാം. ഗവർണർക്ക് പക്ഷേ അനുമതി നൽകിയേ പറ്റൂ. ഭരണഘടനയുടെ 201 അനുച്ഛേദമനുസരിച്ച് രാഷ്ട്രപതിക്ക് അതിൻ്റെ ആവശ്യമില്ല. തമിഴ്നാട് ഗവർണർ ബില്ലുകളുടെ കാര്യത്തിൽ വരുത്തിയ അമിതമായ കാലതാമസം കണക്കിലെടുത്തുകൊണ്ടാണ് സുപ്രീം കോടതി 200, 201 എന്നീ അനുച്ഛേദങ്ങളെ വ്യാഖ്യാനിച്ച് മേൽപ്പറഞ്ഞ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഈ സന്ദർഭത്തിൽ പലരും ഉയർത്തുന്ന ചോദ്യം സുപ്രീം കോടതിക്ക് എങ്ങനെയാണ് രാഷ്ട്രപതിക്ക് ഇത്തരത്തിലുള്ള ഉത്തരവ് നൽകാൻ കഴിയുന്നത് എന്നാണ്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് ഭരണഘടനയിൽ നിന്ന് തന്നെ ലഭിക്കും. ഭരണഘടനയുടെ 53 അനുച്ഛേദമനുസരിച്ച് കേന്ദ്ര ഭരണാധികാര രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. എന്നാൽ അധികാരപ്രയോഗം മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതായത് നമ്മുടെ ഭരണഘടനാ സംവിധാനത്തിനനുസരിച്ച് രാഷ്ട്രപതിക്ക് സ്വന്തമായി ഒരു അധികാര പ്രയോഗവും നടത്താൻ കഴിയില്ല. അദ്ദേഹത്തിന് മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ. ഇക്കാര്യം അനേകം വിധിന്യായങ്ങളിലൂടെ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു സംസ്ഥാന നിയമസഭ പാസാക്കുന്ന ബിൽ ഗവർണർ വഴി രാഷ്ട്രപതിയുടെ പക്കലെത്തിയാൽ അതിൽ യഥാർത്ഥത്തിൽ തീരുമാനമെടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. രാഷ്ട്രപതി സർക്കാർ പറയുന്ന തീരുമാനത്തിൽ ഒപ്പുവെക്കുക മാത്രമേ ചെയ്യൂ. അതുകൊണ്ട് 3 മാസത്തെ കാലാവധി പാലിക്കേണ്ട ചുമതല കേന്ദ്ര സർക്കാരിൻ്റേതാണ്.